Topic is testing of hypothesis. Last class, what is hypothesis? Hypothesis is in any test of hypothesis, we begin with some assumption about the population from which is some sample draw. Okay. നമ്മൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ആ ഹൈപ്പോത്തിസിസിനകത്ത് നമ്മൾ എടുക്കുന്ന അസംഷനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ടു ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് hypothesis and alternative hypothesis. Null hypothesis is the purpose of possible acceptance denoted by H naught. Alternative hypothesis is the other than the null hypothesis and is denoted by H1. Okay. Test for hypothesis two type test ആണ്. First one set test and t test. Set test using in sample is very large, t test using sample is small. Okay. Next procedure for hypothesis. Procedure for testing of hypothesis. Procedure important ആണ്. ഇത് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. Procedure for testing of hypothesis. First one, setup. Setup a null hypothesis. H naught and alternative hypothesis. Procedure for testing of hypothesis. First one, set up a null hypothesis H naught and alternative hypothesis H1. Okay. നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ എച്ച് നോട്ടായിട്ട് എടുക്കുന്നത്. എച്ച് നോട്ടിന്റെ ഓപ്പോസിറ്റിനെയാണ് H1 ആയിട്ട് എടുക്കുന്നത്, ഓൾട്ടർനേറ്റിംഗ് ഹൈപ്പോത്തിസിസിന്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, decided to appropriate test criteria. Decided third one, specify the level of significance. Specify the level of significance. Usually it is 5% or 1%. സിഗ്നിഫിക്കൻസ് ലെവല് സ്പെസിഫൈ ചെയ്യാനാണ് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ്, അത് നമ്മൾ എടുക്കുന്നത് 1% ഓർ 5%. സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ level of significance എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് ദി null hypothesis when it is true. That null hypothesis ട്രൂ ആകുന്ന കേസിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത അസംഷൻ എച്ച് നോട്ട് എന്ന് പറയുന്നത് ട്രൂ ആകുന്ന കേസിൽ അത് നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിനെയാണ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വെച്ചാൽ it is a probability of rejecting
It is a probability of rejecting the null hypothesis when it is true. Okay. Fourth one, calculate the value of a test statistic using appropriate formula. In third step, we choose a appropriate test, set test or t-test. If we select a set test, corresponding formula using corresponding formula. If we select a t-test, then corresponding test statistic. That is, calculate the value of test statistic using appropriate formula. നമ്മൾ ഏത് ടെസ്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ. Then fifth step, നമുക്ക് തരുന്ന സിഗ്നിഫിക്കൻസ് ലെവലിനനുസരിച്ച് ടാബിൾ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു സെറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ n വെരി ലാർജ് ആകുന്ന കേസിൽ നമ്മൾ സെറ്റ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക, n സ്മോൾ ആകുന്ന കേസിൽ ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ സിഗ്നിഫിക്കൻസ് ലെവലിനനുസരിച്ച് നമുക്ക് സെറ്റ് ടെസ്റ്റിന്റെ ടാബിൾ യൂസ് ചെയ്തിട്ട് നോർമൽ സെറ്റ് ടാബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവലിനനുസരിച്ച് പ്രോബബിലിറ്റി സെറ്റ് വാല്യൂ കിട്ടും. അതുപോലെ ഈ ആൽഫ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതുപോലെ സാമ്പിൾ സ്മോൾ ആകുന്ന കേസിൽ ടി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വാല്യൂ ടാബിളിൽ നിന്ന് കിട്ടും. ആ ടാബുലാർ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. സ്റ്റെപ്പ് ഈസ് obtain the tabular value of the test statistic corresponding to level of significance. Level of significance. So that okay. Obtain the tabular value of a test statistic corresponding to the level of significance. അതായത് ഈ സെറ്റ് ടേബിളാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ഉണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് H0 H1 ഐഡന്റിഫൈ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് ടെസ്റ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുക. സാമ്പിളിന്റെ സൈസ് നോക്കി ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക. പിന്നെ സ്പെസിഫൈ ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ലെവൽ സ്പെസിഫൈ ചെയ്യാം. സിഗ്നിഫിക്കൻസ് ലെവൽ സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് റിജക്ടിങ് ദി നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിക് ഉണ്ടാവും. അത് ഫോർമുലയാണ്. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഫിഫ്ത്ത് സ്റ്റെപ്പ് മീൻസ് ടാബുലാർ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവൽ തരും, അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം തരും. ടി ടെസ്റ്റിലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിനകത്ത് തന്നെ തരും. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിനകത്ത് ടി ടെസ്റ്റ് ആണെങ്കിൽ തരും. സെറ്റ് ടെസ്റ്റിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുക ചെയ്യാം. അപ്പൊ അത് നമുക്ക് തരൂല. ഈ ടി ടെസ്റ്റിന്റെ ടാബിൾ എന്ന് വെച്ചാല്
സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ വാങ്ങിയാൽ അതിനകത്ത് ഈ ടേബിൾസ് എല്ലാം ഉണ്ടാവും. നോർമൽ ടേബിൾ, ടി ടേബിൾ, കൈ സ്ക്വയർ ടേബിൾ, എഫ് ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഫ് ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ ടേബിൾ ഉണ്ടാവും. ടി ടേബിൾ എന്ന് പറഞ്ഞാൽ ടി ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് സിഗ്നിഫിക്കൻസ് ലെവൽ ടി വി ഓഫ് ആൽഫ. അപ്പം ഒരു സിഗ്നിഫിക്കൻസ് ലെവല് നേരത്തെ പറഞ്ഞു 5% ആണ് നമ്മൾ സാധാരണ ചൂസ് ചെയ്യാന്ന്. 5% ആണെങ്കിൽ അതിനെ നമുക്ക് 0.05 എന്ന് പറയാം 5%. അപ്പം നമുക്കൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം 10 തന്നെന്ന് വിചാരിച്ചോ. ക്വസ്റ്റിനകത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം 10 ആണെങ്കിൽ ഇവിടെ ഇതാണ് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പൊ നമുക്ക് ഇപ്പൊ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% തന്നിട്ടുണ്ടെങ്കിൽ അത് 0.05 ആയിരിക്കും. 5% ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 10. സപ്പോസ് ഡിഗ്രി ഓഫ് ഫ്രീഡം 10 ആണെങ്കിൽ 10ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.05ന്റെ അകത്തുള്ള വാല്യൂസ് നോക്കുക. 2.23 അതായിരിക്കും ടാബുലാർ വാല്യൂ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റിനകത്ത് സിഗ്നിഫിക്കൻസ് ലെവൽ നമുക്ക് തരും, ഡിഗ്രി ഓഫ് ഫ്രീഡം തരും. അതനുസരിച്ച് ടാബുലാർ വാല്യൂ എന്ന് പറയുന്നത് ഇൻ കേസ് സിഗ്നിഫിക്കൻസ് ലെവല് 5%ഉം ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആണെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.5 വാല്യൂ നോക്കുക, 2.45. ഇൻ കേസ് ഡിഗ്രി ഓഫ് ഫ്രീഡം 6ഉം സിഗ്നിഫിക്കൻസ് ലെവൽ 1% ആണെങ്കിൽ 0.01ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 3.71. ഇങ്ങനെയാണ് ടി ടേബിൾ നോക്കുക. ഈ ടേബിൾ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെഡ് വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആയിട്ടാണ് സെഡ് വാല്യൂവിൽ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരു സിഗ്നിഫിക്കൻസ് ലെവല് 5% ആണെങ്കിൽ കറസ്പോണ്ടിങ് സെഡ് വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലത്തെ റോ ഉണ്ടോ, 0.67, 1.65, 1.96, 2.33, 2.58, 3.29. ഇതാണ് സെറ്റ് വാല്യൂന്റെ സെറ്റ് ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ലെവൽ അവിടെ തരും. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആയിട്ടാണ് ചൂസ് ചെയ്യുക. അതായത് സിഗ്നിഫിക്കൻസ് ലെവല് 0.5 ആണെങ്കിൽ സെറ്റ് ടേബിൾ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ടാബുലാർ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആയിരിക്കും. അതുപോലെ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് സിഗ്നിഫിക്കൻസ് ലെവൽ 1% തന്നിട്ടുണ്ടെങ്കിൽ 0.01 ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കിയാൽ മതി, 2.58. ക്ലിയർ ആണോ ടേബിള്? ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ തരുക. ഡിഗ്രി ഓഫ് ഫ്രീഡം 10, സിഗ്നിഫിക്കൻസ് ലെവല് അത് സാധാരണ 1%ഉം 5% ആണ് തരാറ്. അപ്പൊ നിങ്ങൾ എക്സാം ഹോളിൽ പോകുമ്പോൾ ഈ ടേബിൾ യൂസ് ചെയ്യണം. ടേബിളിനകത്ത് ഒരു ബുക്ക് തന്നെ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബുക്ക് ഉണ്ട്. ആ ബുക്കിനകത്താണ് ഈ ടേബിൾസ് ഒക്കെ ഉണ്ടാവുക. ഇത് ടേബിൾ വാല്യൂ നോക്കേണ്ടത് മനസ്സിലായിട്ടില്ലേ? ഓക്കെ. ഫിഫ്ത്ത് സ്റ്റെപ്പ് അതാണ്, ടാബുലാർ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി സിക്സ്ത് സ്റ്റെപ്പ് അപ്പം ഈ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമുക്ക് പറയാം ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ടെസ്റ്റിൽ ഇൻഫിനിറ്റി ആണ്, ടി ടെസ്റ്റിൽ n-1 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ടെസ്റ്റിൽ ഇൻഫിനിറ്റി ആണ്, ടി ടെസ്റ്റിൽ n-1 ആണ്. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് make a decision about the accepting or rejecting the null hypothesis. null hypothesis accept ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കുക. accept, make a decision about accepting or
rejecting the null hypothesis. Null hypothesis. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ട് സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ, ഒരു കമ്പ്യൂട്ടർ വാല്യൂ കൊണ്ട് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അത് അടുത്ത ഈ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫോർമുല പറഞ്ഞുതരാം. ഇപ്പൊ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോർമുല ഉണ്ട്. ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടർ വാല്യൂ, അപ്പൊ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂനെ കമ്പ്യൂട്ടഡ് വാല്യൂ എന്നാണ് പറയാം. കമ്പ്യൂട്ടഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ നമ്മൾ ആ റീജിയനെ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. കമ്പ്യൂട്ടഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ ടാബുലാർ വാല്യൂ reject the null hypothesis. Rejected. Null hypothesis reject ചെയ്യുന്ന. രണ്ടാമത്തെ computed value less than tabular value accept the null hypothesis. Accept the null hypothesis. Accept the null hypothesis. ഇത്രയും സ്റ്റെപ്പാണ് നമ്മൾ ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിന് എടുക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് സെറ്റപ്പ് എ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് ഹൈപ്പോത്തിസിസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഡിസൈഡ് എ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ക്രൈറ്റീരിയ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, യൂഷ്വലി 5% or 1%. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ദി നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. ട്രൂ ആകുമ്പോൾ അത് റിജക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാല് കാൽക്കുലേറ്റ് ദി ടെസ്റ്റ് സ്റ്റാറ്റിക്. അപ്രോപ്രിയേറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിക് കണ്ടുപിടിക്കും. ആ സ്റ്റാറ്റിക്കിനെയാണ് കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാബുലാർ വാല്യൂ യൂസ് ചെയ്തിട്ട് സിഗ്നിഫിക്കൻസ് ലെവലിനും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും അനുസരിച്ച് ടാബിൾ യൂസ് ചെയ്തിട്ട് ടാബുലാർ വാല്യൂ കണ്ടുപിടിക്കുക. ടാബുലാർ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കമ്പ്യൂട്ടഡ് വാല്യൂ ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന. ടാബുലാർ വാല്യൂ ലെസ് ദാൻ കമ്പ്യൂട്ടഡ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുന്നു. അപ്പൊ ടാബുലാർ വാല്യൂ ലെസ് ദാൻ കമ്പ്യൂട്ടഡ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ റീജിയൻ ആയിരിക്കും. കമ്പ്യൂട്ടഡ് വാല്യൂ ലെസ് ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ നമ്മളെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ആക്സെപ്റ്റഡ് റീജിയൻ ആയിരിക്കും. ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് മനസ്സിലാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കിട്ടും. ഇനി ഈ ഹൈപ്പോത്തിസിസ് ചെയ്യുമ്പം നമുക്ക് ചിലപ്പം ഈ നമ്മള് എടുക്കുന്നതാണ് ഈ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇത് ശരിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മള് എടുക്കുന്നതാണ് ഈ നൾ ഹൈപ്പോത്തിസിസ്. ചിലപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആകുന്ന കേസിൽ നമ്മള് ആ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്ത് കളയാം. ഈ കമ്പ്യൂട്ടർ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് ടാബുലാർ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് നൾ ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആകുന്ന കേസിൽ ചിലപ്പം അതിനെ റിജക്ട് ചെയ്ത് കളയാം. അങ്ങനെയുള്ള അപ്പൊ അവിടെ ഒരു എറർ ഉണ്ടാവും. ആ എററിനെ പറയുന്ന പേരാണ് ടൈപ്പ് 1 എറർ. ഇനി നൾ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആകുന്ന കേസിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന കേസ് ഉണ്ടാവും. ആ കേസിന് പറയുന്ന ആ എററിന് പറയുന്ന പേരാണ് ടൈപ്പ് 2 എറർ. ക്ലിയർ ആണ്? ടൈപ്പ് 1 എറർ മീൻ type 1 error means reject H naught null hypothesis when it is true. H naught
reject H naught when it is true. Type 2 error means accept H naught when it is false. മനസ്സിലാക്കി വെച്ചാൽ മതി. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാല് എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യുന്ന അത് ട്രൂ ആകുന്ന കേസിൽ നമ്മൾ എടുക്കുന്ന ഹൈപ്പോത്തിസിസ് ആണ് എച്ച് നോട്ടും എച്ച് വണ്ണും ഒക്കെ. അപ്പൊ എച്ച് വണ്ണ് കറക്റ്റ് ആകുന്ന കേസിൽ അതിനെ റിജക്ട് ചെയ്താണെങ്കിൽ പറയുന്ന പേരാണ് ടൈപ്പ് 1 എറർ. എച്ച് വണ്ണ് ഫോൾസ് ആകുന്ന കേസിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുന്ന പേരാണ് ടൈപ്പ് 2 എറർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ റിജക്ട് ചെയ്യുന്ന റീജിയന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ. അതായത് റിജക്ഷൻ റീജിയന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പൊ കമ്പ്യൂട്ടർ വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ റിജക്ഷൻ റീജിയനിലേക്കാ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹൈപ്പോത്തിസിസ്, ആ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ ആ റിജക്ട് ചെയ്യുന്ന റീജിയന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ. ഓക്കെ, ക്ലിയർ അല്ലേ? കമ്പ്യൂട്ടർ വാല്യൂ നമ്മള് ടെസ്റ്റ് സ്റ്റാറ്റിക് യൂസ് ചെയ്തിട്ട്, ഫോർമുല യൂസ് ചെയ്തിട്ട് ആ കമ്പ്യൂട്ടർ വാല്യൂ കണ്ടുപിടിക്കുമ്പം അത് റിജക്ഷൻ റീജിയനിലേക്കാ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യും. അങ്ങനെ റിജക്ട് ചെയ്യുന്ന ആ റീജിയന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ. ക്ലിയർ ആണോ? അപ്പൊ ഡെഫിനിഷൻ ഇങ്ങനെ പറയാ: ഇഫ് ദി computed value of the test statistic falls in the rejection region, we reject the null hypothesis. The rejection region is called critical region. The rejection region is called also known as critical region. Critical region level of significance usually denoted by alpha. Then acceptance region corresponding to region is 1 minus alpha. നമ്മൾ റിജക്ട് ചെയ്യുന്ന റീജിയന്, അതായത് ക്രിട്ടിക്കൽ റീജിയനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫയാണ്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ എന്തായിരിക്കും? ക്രിട്ടിക്കൽ റീജിയൻ റിജക്ഷൻ റീജിയൻ ആണ് ആൽഫ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ. ഓക്കെ, അതായത് റിജക്ട് ചെയ്യുന്ന റീജിയൻ ആൽഫ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ്, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. റിജക്ഷൻ റീജിയൻ ആൽഫ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ എന്തായിരിക്കും? 1 മൈനസ് ആൽഫ ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്തോ. ക്രിട്ടിക്കൽ റീജിയൻ കറസ്പോണ്ടിങ് ടു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ, ക്രിട്ടിക്കൽ റീജിയൻ ഓർ റിജക്ഷൻ റീജിയൻ. The critical region corresponding to level of significance alpha and the acceptance region corresponding to the region 1 minus alpha.
ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ടൈപ്പ് ടെസ്റ്റ് ഇതുണ്ട്, ലെവൽ ഉണ്ട്. ടു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്, ടു ടൈൽഡ് ടെസ്റ്റും വൺ ടൈൽഡ് ടെസ്റ്റും. ടു ടൈൽഡ് ടെസ്റ്റ് മീൻസ് ഹലോ രണ്ട് ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്, ടു ടൈൽഡ് ടെസ്റ്റ് ആൻഡ് വൺ ടൈൽഡ് ടെസ്റ്റ്. ടു ടൈൽഡ് ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് എ നോൺ ഡയറക്ഷൻ ആൻഡ് ടു സൈഡഡ് ടെസ്റ്റ്. അതായത് ടു ടൈൽഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സിഗ്നിഫിക്കൻസ് ലെവല്, സിഗ്നിഫിക്കൻസ് റീജിയൻ, അക്സെപ്റ്റൻസ് റീജിയൻ നമുക്ക് തന്നിട്ടുണ്ട്. 95% ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ നോർമൽ ടാബിൾ കർവിന്റെ രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ, അതായത് ഇത് 95% ആണ്. അപ്പോൾ ബാക്കി നമുക്ക് 95% കോൺഫിഡൻസ് ലെവൽ തന്നെന്ന് വിചാരിച്ചോ. അപ്പം ബാക്കി 95% ഇതിന്റെ സെൻട്രലാണെങ്കിൽ ഇവിടെയുള്ള ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 0.05 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഇവിടുത്തെ പ്രോബബിലിറ്റി 0.025 ആണ്, ഇവിടുത്തെ പ്രോബബിലിറ്റി 0.025 ആണ് അല്ലേ, 0.025 ആണ്. അങ്ങനെ രണ്ട് സൈഡിലും വരുന്നുണ്ടെങ്കിൽ പറയുന്ന പേരാണ് ടു ടൈൽഡ് ടെസ്റ്റ്. ഇൻ കേസ് വൺ സൈഡ് മാത്രമാണെങ്കിൽ പറയുന്ന പേരാണ് ഇതുപോലെ നോർമൽ ടേബിളിന്റെ വൺ സൈഡ് മാത്രം പറയും, ഇത് അക്സെപ്റ്റൻസ് റീജിയൻ. വൺ സൈഡ് മാത്രമാണെങ്കിൽ ഈസ് നോൺ ആസ് എ വൺ ടൈൽഡ് ടെസ്റ്റ്. വൺ ടൈൽഡ് ടെസ്റ്റ്. നോർമൽ കർവിന്റെ ടു സൈഡും ഉണ്ടെങ്കിൽ പറയുന്ന പേരാണ് ടു ടൈൽഡ് ടെസ്റ്റ്. റിജക്ഷൻ റീജിയൻ ടു സൈഡിലും ഉണ്ടെങ്കിൽ നോൺ ആസ് എ ടു ടൈൽഡ് ടെസ്റ്റ്. റിജക്ഷൻ റീജിയൻ ഓൺലി വൺ സൈഡ് ഈസ് നോൺ ആസ് എ വൺ ടൈൽഡ് ടെസ്റ്റ്. നെക്സ്റ്റ് വൺ ഡെഫിനിഷൻ, ക്രിട്ടിക്കൽ വാല്യൂ. ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഈ റിജക്ഷൻ റീജിയനെയും ഇത് അക്സെപ്റ്റൻസ് റീജിയൻ ആണ്, ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ ആണെങ്കിൽ ഇത് റിജക്ട് ചെയ്യുന്ന റീജിയൻ ആണ്. ആക്സെപ്റ്റൻസ് റീജിയനെയും റിജക്റ്റഡ് റീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ്
ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ആ വാല്യൂവിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വാല്യൂ. ക്ലിയർ ആണോ? acceptance റീജിയനും റിജക്ഷൻ റീജിയനും സെപ്പറേറ്റ് ചെയ്യുന്ന വാല്യൂവിന് പറയുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ വാല്യൂ. ഒന്നുമില്ല, ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാല് റിജക്ഷൻ റീജിയൻ ഈസ് നോൺ ആസ് എ ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ വാല്യൂ ഈസ് ദി സെപ്പറേറ്റഡ് ബൈ റിജക്ഷൻ റീജിയൻ ആൻഡ് ആക്സെപ്റ്റൻസ് റീജിയൻ. ക്ലിയർ ആണോ കൺസെപ്റ്റ്? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. പ്രോബ്ലംസും ഒന്ന് സെറ്റ് ടെസ്റ്റിന്റെ ഫോർമുലയൊക്കെ ഇനി പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് നിർത്താം.